സജു, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമുക്കറിയാം കോൺഗ്രസ് വിടുവന്ന അഭ്യൂഹങ്ങൾ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് തിരിച്ചെത്തുന്നത്. ഇറക്കാനും തുപ്പാനും വയ്യാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചില്ല. പക്ഷേ അദ്ദേഹം കമന്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. മറ്റൊന്ന്, പാകിസ്ഥാന്റെ ഇടപെടൽ, ഇന്ത്യ പാക് യുദ്ധം നിർത്താൻ ഉള്ള പാകിസ്ഥാന്റെ ഇടപെടലിനെ അദ്ദേഹം പ്രശംസിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദനീയം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് യൂണിയൻ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാടുമായി ഏതു തരത്തിലാണ് യോജിച്ചു പോകുന്നത്? അമേരിക്ക അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് നേരത്തെ മോദി പറഞ്ഞിട്ടുള്ളതാണല്ലോ. ധന്യ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റ് ആയിരുന്നു ആദ്യം വന്നത്. പക്ഷേ അത് വന്ന സമയം തന്നെ ഇന്ത്യ നിരസിക്കുകയുണ്ടായി. പിന്നീട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും അത്തരത്തിലുള്ള യാതൊരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് അടിവരയിട്ട് പറയുകയാണ് ശശി തരൂരും. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ ഇത്തരം സംഭവത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നല്ലതാണ്. പക്ഷേ അതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അമേരിക്കൻ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവസാനിപ്പിക്കാൻ ഇടയായത് എന്നുള്ള അമേരിക്കയുടെ അവകാശവാദം തെറ്റാണെന്നാണ് ശശി തരൂർ അടിവരയിട്ട് പറയുന്നത്. അതിന് ഇന്ത്യ മുൻപോട്ട് വെക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത്, അതായത് DMO തലത്തിലുള്ള ചർച്ചകളാണ് ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ മൂലമല്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് വീണ്ടും നിലവിൽ വന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോകാത്ത രീതിയിലേക്ക് അത് പോയത്. എന്തായാലും അമേരിക്കന്റെ ഒരു ആരോപണം അത് തന്നെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അടക്കമുള്ളവർ അത് തന്നെയായിരുന്നു വാദിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഇതൊരു വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് പോകാതെ അത് മാറിയെന്നുള്ളത്. പക്ഷേ അത് തെറ്റാണെന്നാണ് ശശി തരൂർ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നത്. അത്തരത്തിലുള്ള യാതൊരു ഇടപെടലും ഒരു മൂന്നാം രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് സമയമാകുമ്പോൾ മറുപടി പറയാമെന്നും അതിനുള്ള സമയമല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മോദി സ്തുതി പാഠകനായിട്ട് മാറി എന്നുള്ള വിമർശനമൊക്കെയും വരുന്ന സാഹചര്യത്തിൽ അതിനുള്ള സമയമല്ല ഇത്. ദേശീയ മാധ്യമങ്ങളൊന്നും അദ്ദേഹം ഇതുവരെയും വായിച്ചിട്ടില്ല. അതിനുള്ള സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി പറയാമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരി സജു.